പെറ്റ ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ അവന്റെ ആയുസ് അല്ലാഹു കുലുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണ്. വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പാപ്പാ നീ എത്ര വലിയവനാണെങ്കിലും, പായിപ്പാട് പള്ളിക്ക് നീ എത്ര കൊടുത്തവനാണെങ്കിലും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. ദുആ ചെയ്തിട്ട് കാര്യമില്ലോ. പ്രവാചകനെ മടക്കി വിടുകയാണ്. രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കൂല. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്ത് പാപമാ അവർ ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തത്? സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ നബിയേ. അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവരെ, നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ? പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കള് നരകത്തിൽ കിടന്ന് കരിയുകയാണ്, അവിടെ കിടന്ന് യാചിക്കുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു, നാഥാ, ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ, നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മമാര് പറയുമില്ല, എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല, അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ. അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ? അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ? തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ, വാപ്പാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ, മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ, നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, എന്റെ
എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാണ് പടച്ചവര്? എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന്? അവിടെ നിന്ന് പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ. നിങ്ങള് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത്? മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുമോ, സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്, ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെ നിന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9.5 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെ നിന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത്, മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കള് പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ, അന കലീമുല്ലാഹി മൂസാ, ഞാനാണുമ്മ, മൂസാ നബി അലൈഹിസ്സലാം ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല, രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനാണ് ആ മൂസാ നബി. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ, എന്റെ പ്രിയപ്പെട്ട സഹോദരോ. മാതാപിതാക്കളും മക്കൾക്ക്
മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്. ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽക്കമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബിയാണല്ലോ. മരണസമയത്ത് അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയാൻ കഴിയുന്നില്ലോ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിച്ചത്, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബ, വിളിച്ചുകൊണ്ട് വാ സഹാബ. അവസാനം ഉമ്മാനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയേ. എന്നോടിപ്പ സ്നേഹമില്ല നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ.